നമസ്കാരം. അതിർത്തി മേഖലകളിൽ കെട്ടിട നിർമ്മാണം പ്രതിസന്ധിയിലെന്ന് സൂചന. തമിഴ്നാട്ടിൽ നിന്നും മെറ്റലും മണലും എത്തിക്കുന്നതിന് ഏർപ്പെടുത്തിയിട്ടുള്ള നിരോധനമാണ് ഇതിന് പ്രധാന കാരണമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ വീട് നിർമ്മാണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന ആശങ്കയും ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. കുറഞ്ഞ മുതൽ മുടക്കിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ ലക്ഷ്യമിട്ട് ബാങ്ക് ലോണും മറ്റും തരപ്പെടുത്തി രംഗത്തിറങ്ങിയ നിരവധി പേർ ഈ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ്. കാന്തല്ലൂർ, മറയൂർ പഞ്ചായത്തുകളിലേക്ക് മെറ്റലും മണലും മറ്റും എത്തിച്ചിരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തമിഴ്നാട് സർക്കാർ ഇതിന് നിരോധനം ഏർപ്പെടുത്തി. കോതമംഗലം മേഖലയിൽ നിന്നാണ് ഇപ്പോൾ മെറ്റലും പാറമണലും മറ്റും ഇവിടേക്ക് എത്തിക്കുന്നത്. ഇതിനായി വാഹനക്കൂലി ഇനത്തിൽ വൻ തുക ചിലവാകുന്നതിനാൽ വിപണിയിൽ കാന്തല്ലൂർ, മറയൂർ പ്രദേശങ്ങളിൽ ഈ ഉൽപ്പന്നങ്ങളുടെ വില 30% വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് ലഭ്യമായ വിവരം. 68 രൂപയ്ക്ക് ലഭിച്ചിരുന്ന ഒരടി 3/4 ഇഞ്ച് മെറ്റലിന് ഇപ്പോഴത്തെ വിപണി വില 100 രൂപ ആയിട്ടുണ്ട്. പാറമണലിൻ്റെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഒരടി ഫസ്റ്റ് ക്വാളിറ്റി പാറമണലിന് നിരോധനത്തിന് മുമ്പ് മേഖലയിൽ 78 രൂപയായിരുന്നു വില. ഇപ്പോൾ ഇത് 105 രൂപ വരെ ആയിട്ടുണ്ടെന്നാണ് വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഈ വിലവർധന മൂലം സാധാരണക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വിവരണാതീതമാണ്. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം നിരവധി പേർക്ക് ഈ മേഖലയിൽ വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. നിലവിൽ ST വിഭാഗത്തിന് 6 ലക്ഷവും ജനറൽ വിഭാഗത്തിന് 4 ലക്ഷം രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത്. ഈ തുക കൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്നതാണ് വസ്തുത. ഇതിനിടെ അനധികൃത വിൽപ്പനക്കാർ ഗുണനിലവാരം കുറഞ്ഞ മെറ്റലും പാറമണലും നൽകി ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്നതായുള്ള ആരോപണവും ശക്തിപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മറയൂർ വിഷൻ.